സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 4, 33, 34 തിരുവചനങ്ങൾ. യേശു ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു. ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞൊന്നുമില്ല. തനിച്ചിരിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കും. കർത്താവിൽ പ്രിയരെ, നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ച വിഷയത്തിൻ്റെ തുടർച്ചയായി വായിച്ചു കേട്ട വേദഭാഗത്ത് ദൈവസന്നിധിയിൽ അഥവാ യേശുവിൻ്റെ മുമ്പിൽ തിരുവചനം ശ്രവിക്കുവാൻ കാതോർക്കുന്ന ശിഷ്യന്മാർക്ക് മനസ്സിലാകുവാൻ കഴിയാത്ത കാര്യങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ യേശുവിടെ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതാണ് നാം കാണുന്നത്. ദൈവത്തെ സംബന്ധിച്ചും ദൈവരാജ്യത്തെ സംബന്ധിച്ചും ദൈവിക വിഷയങ്ങളെ സംബന്ധിച്ചും മർത്യന് അറിവില്ലാത്ത പല മേഖലകളുണ്ട്. ദൈവം പ്രവർത്തിക്കുന്നതും ദൈവം ചിന്തിക്കുന്നതും ദൈവത്തിൻ്റെ ഇഷ്ടവും പലപ്പോഴും അതിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യന് ഗ്രഹിക്കുവാൻ കഴിയുകയില്ല. എന്തിനേറെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളിൽ പോലും മനുഷ്യന് മനസ്സിലാകാത്ത പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കരങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്ന തിരുവചനത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം നമുക്ക് അറിയുവാൻ, ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്ന പല വിഷയങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്, പല സാഹചര്യങ്ങളുണ്ട്, പല പ്രവൃത്തികളുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഗ്രഹിക്കാം? ഇതെങ്ങനെ മനസ്സിലാക്കാം? ഇതെങ്ങനെ ഉൾക്കൊള്ളാം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ നാം കാണുക. യേശു അവരോട് സംസാരിച്ചത് തന്നെ തൻ്റെ ദൈവത്വത്തിൽ നിന്നല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു. ജനങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയണം. ജനങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയേണ്ടതിന് അവർ ദൈവസന്നിധിയിൽ തനിച്ചിരിക്കുകയാണ്. തനിച്ചിരിക്കുന്ന ശിഷ്യന്മാർക്ക് സകലവും വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന കർത്താവ്. ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ദൈവം തൻ്റെ ദൈവത്വത്തിൽ നമ്മോട് സംസാരിച്ചാൽ നമുക്ക് അത് ഗ്രഹിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ഉപമകളെ ഉപയോഗിച്ച് പല ഉദാഹരണങ്ങളിലൂടെ തിരുവചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. കർത്താവിൻ്റെ മുമ്പിലിരുന്ന ശിഷ്യന്മാരെക്കാൾ ഞാനും നിങ്ങളും ഒട്ടും വ്യത്യസ്തരല്ല. കർത്താവിൻ്റെ ശിഷ്യന്മാർ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നാം ആയിരിക്കുന്നു. ഇവിടെ നമുക്കും ആവശ്യമായിരിക്കുന്നത് അറിയാത്ത കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ, കൈക്കൊള്ളുവാൻ, ഉൾക്കൊള്ളുവാൻ ദൈവസന്നിധിയിൽ വേറിട്ട് തനിച്ചിരിക്കുന്ന അനുഭവം സ്വായത്തമാക്കുക എന്നുള്ളതാണ്. അത് പ്രാർത്ഥനയ്ക്ക്, അത് ധ്യാനത്തിന്,
അത് ദൈവിക കാര്യാദികൾക്ക്. അങ്ങനെ അല്പസമയം നാം ദൈനംദിനം ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ തിരുവചനം അതിൻ്റെ അർത്ഥത്തിൽ ദൈവം നമുക്ക് വ്യാഖ്യാനിച്ചു തരും. ആം.